ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു 1.5 മാസമൊക്കെ ആയിട്ടോ ഈ കമ്മലുണ്ടാക്കുന്ന മെറ്റീരിയലൊക്കെ ഒന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തുണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നിറയെ ഡിസൈനുകൾ ഒത്തിരി പേര് ഉണ്ടാക്കിയത് ഞാൻ കണ്ടു. അപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാനും സാധനങ്ങളൊക്കെ വാങ്ങി, മെറ്റീരിയൽസൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ കുറച്ച് മാലകളൊക്കെ ഉണ്ടാക്കാനുള്ള പൂക്കളൊക്കെ ഞാൻ ഒട്ടിച്ചു, കുന്തൻ ബീഡ്സ് കൊണ്ട് പൂക്കളൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി വന്ന് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു കമ്മൽ ഉണ്ടാക്കി തരുമോ ചോദിച്ചു. പിന്നെ ഇപ്പോൾ എന്താ ഓർഡർ കിട്ടാതിരിക്കുന്നത്, എനിക്കല്ലേ ഒരു കമ്മൽ ഉണ്ടാക്കി തരുമോ പറഞ്ഞല്ലേ. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് കമ്മൽ എന്ത് കളറ് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, ഒരു ഡിസൈൻ കാണിച്ചത് ഇതുപോലത്തെ ഉണ്ടാക്കി തരുമോ. കളറ് ഞാൻ പറഞ്ഞുതരാം, പച്ചയും പിങ്കും തന്നെ വേണം. ഞാൻ നേരത്തെ അതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടപ്പോഴാണ് ആ കളർ വേണമെന്നും പറഞ്ഞത് കേട്ടോ. ശരി, നമുക്ക് എന്ത് വേണം, ഏത് കളറായാലും ഉണ്ടാക്കി കൊടുത്താൽ കഴിഞ്ഞില്ലേ. ശരി, എനിക്ക് അത് ഉണ്ടാക്കി നോക്കിയ ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ശരി, ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ രണ്ടാളും കൂടി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സ്റ്റോൺ ചെയിൻ ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മളിത് ഈ പച്ചയാണ് കേട്ടോ പറഞ്ഞത്, നല്ല തത്തമ്മ പച്ച എന്നൊക്കെ പറയില്ല, നമ്മുടെ കിളിപ്പച്ച എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പച്ചയാണ് കേട്ടോ. ആ പച്ചയും നമ്മൾ പിങ്കും എല്ലാം നമ്മുടെ കയ്യിലിതാ ഗ്ലൂ ഗണ്ണൊന്നും ഇല്ല കേട്ടോ. ഗ്ലൂ ഗണ്ണില്ലാത്ത ഞാൻ ആ ഗ്ലൂവിൻ്റെ ആ പെന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വെക്കണത് കേട്ടോ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്ന സൈഡിലേക്ക് ഇത് വരാത്തത് കണ്ടോ. ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന കുന്തൻ ബീഡ്സ് അതൊന്നും വക വയ്ക്കാതെ നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അടുത്തത് ഇപ്പുറത്തെ വരിയിലും ഇതേപോലെ തന്നെ ഒരു 3 ഒട്ടിച്ച് കൊടുക്കാം. 3 4 നോക്കിയിട്ട് ഭംഗി എങ്ങനെയാണോ അതിനനുസരിച്ച് ഒട്ടിച്ച് കൊടുക്കാം. ആ ബീഡ്സ് ഉണ്ടോ, ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് അങ്ങോട്ടാണ് പോണത്. ശരിക്കും ഇങ്ങോട്ട് വാ. ഇപ്പം സെറ്റായി. ഇനി ഇപ്പുറത്തും അതുപോലൊരു പച്ച റോസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഉണ്ടാക്കണം എന്നില്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. പക്ഷെ ഒത്തിരി തേച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ബീഡ്സിൻ്റെ മേലെയൊക്കെ ആവും, നല്ല വൃത്തികേടായി തോന്നും. ഞാൻ നേരത്തെ അതുപോലെ 2-3 ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ തന്നെ വീട്ടിലിരിക്കും വിട്ട് നോക്കണം. ഒരളവിന് പശ തേച്ചിട്ട് ഒട്ടിക്കുക. ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ എന്ത് ഭംഗിയുള്ള ഡിസൈനുകളാണ്. പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ട് നല്ല നല്ല ഡിസൈൻസ്. നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ഡിസൈൻ അതുപോലെ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്, ആ ഡിസൈൻ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കണമല്ലോ. ഒരു തൊങ്ങൽ മോഡലാണ് ചേച്ചി പറഞ്ഞത്, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ബീഡ്സ് തൊങ്ങണ പോലെ നമുക്കതിൽ ഈ സ്റ്റോൺ ചെയിൻ തന്നെ അങ്ങോട്ട് തൊങ്ങണ പോലെ ആക്കി കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ നീളത്തിൽ ഒട്ടിച്ച് ഈ സ്റ്റോണിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്കൊരു സ്റ്റോൺ ചെയിൻ കൂടി കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഒരുപാട് വലിപ്പവും വേണ്ടെന്ന് പറഞ്ഞു, ഇതൊരു അളവ് മീഡിയം വലിപ്പം തന്നെയാണ്. അപ്പോൾ അത് നന്നായി ഒട്ടിച്ച് കൊടുത്ത ശേഷം നമുക്കിതിനെ 2 സ്റ്റഡും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമില്ല, ഇത് വെയ്റ്റ്ലെസ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് കാണുന്ന എത്ര വലിപ്പമുള്ള കമ്മലാണ്, ഇതിന് അത്ര വെയിറ്റ് ഉണ്ടാകുന്നൊന്നുമില്ല. നമ്മൾ വലിയ വലിയ കമ്മലിടുമ്പോൾ നമുക്ക് ചെവിയൊക്കെ നന്നായി വേദനിക്കും നമ്മുടെ കാതിലെ. അപ്പോൾ ചെവി ഒട്ടും വേദനിക്കാത്ത അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കമ്മലാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചേച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. കുറച്ച് സോൾഡിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കാണാൻ അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ആ പച്ച എന്ന് പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ പച്ചയും പിങ്കും നല്ലൊരു കോമ്പിനേഷൻ, നല്ല കളർ മാച്ചിങ് ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി. എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ അടുത്തുണ്ട്, ഇഷ്ടമായി എന്നാണ് ആൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത കമ്മലുമായിട്ട് വരും. ടാറ്റാ ബൈ ബൈ.